നമ്മുടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് മാത്രം ചോദിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റിലെ അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഫസ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലോ ബർത്ത് വെയിറ്റ്, LBW. എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് 2.5 കിലോഗ്രാമിൽ കുറവാണ് വെയിറ്റ് എങ്കിൽ ആ കുട്ടി എന്ത് കുട്ടി? ലോ ബർത്ത് വെയിറ്റ് കുട്ടിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ലോ ബർത്ത് വെയിറ്റ് കുട്ടികൾക്ക് ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടായിട്ടുള്ള കുട്ടികളായിരിക്കും. അതായത് ഗർഭസ്ഥാവസ്ഥയിൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ച മുരടിച്ചു പോയ കുട്ടികളായിരിക്കാം ഈ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ആയിട്ട് ജനിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മെറ്റേണൽ മാൽന്യൂട്രീഷൻ, അതായത് അമ്മ ഗർഭാവസ്ഥയിൽ എന്ത് ചെയ്യത്തില്ല, നല്ല ഫുഡ് കഴിച്ച് കാണത്തില്ല, അമ്മയ്ക്ക് പോഷകാഹാര കുറവുണ്ട്, അല്ലെങ്കിൽ അനീമിയ, വിളർച്ചയുണ്ട് എങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് ലോ ബർത്ത് വെയിറ്റ് ആകാം. അതുപോലെ തന്നെ അമ്മ ഷോർട്ട് മെറ്റേണൽ സ്റ്റാച്ചർ, അതായത് പൊക്കം കുറഞ്ഞ അമ്മയാണ്, വളരെ യങ് ഏജിലാണ് പ്രസവിച്ചത്, അല്ലെങ്കിൽ തുടരെ പ്രസവം, അല്ലെങ്കിൽ എന്താ സ്മോക്കിംഗ്, പുകവലിക്കുന്ന അമ്മമാരാണ്, ക്ലോസ് ബർത്ത് ഇന്റർവെൽസ്, അടുപ്പിച്ചടുപ്പിച്ച് പ്രസവിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവരിലാണ് കൂടുതൽ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് വൺ, ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് എന്തെന്ന് പറയുന്നത്? അണ്ടർ ന്യൂട്രീഷൻ. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രധാനമായിട്ട് നമ്മുടെ റൂറൽ പൂവർ ഏരിയാസിലും അർബൻ സ്ലംസിലുമാണ് ഈ അണ്ടർ ന്യൂട്രീഷൻ. അതായത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ലഭിക്കുന്നില്ല? ന്യൂട്രീഷൻ ലഭിക്കുന്നില്ല. അപ്പൊ ഇതിൽ വരുന്നതാണ് സ്റ്റണ്ടിങ്, വേസ്റ്റിംഗ് ആൻഡ് അണ്ടർ വെയിറ്റ്. സ്റ്റണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ക്രോണിക് മാൽന്യൂട്രീഷൻ ആണ്. വേസ്റ്റിംഗ് എന്ന് പറയുന്നത് അക്യൂട്ട് മാൽന്യൂട്രീഷൻ. അതായത് ക്രോണിക് മാൽന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ഒരുപാട് നാള് ന്യൂട്രീഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് വരുന്നതാണ് സ്റ്റണ്ടിങ്. വേസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അക്യൂട്ട് മാൽന്യൂട്രീഷൻ, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് ഏത്? വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ മാൽന്യൂട്രീഷനും ഇൻഫെക്ഷനും തമ്മിൽ ഒരു വിഷ്യസ് സർക്കിൾ ഉണ്ട്. അതായത് നമുക്കിപ്പോ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? മാൽന്യൂട്രീഷൻ. നിങ്ങൾക്ക് അറിയാം, മീസിൽസ് ഒക്കെ വന്നിട്ടുള്ള കുട്ടികൾക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരും. ഓക്കെ, ഡയറിയ വന്നാലും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരും. ഓക്കെ, അപ്പോ എന്താണ് ഇങ്ങനെ മാൽന്യൂട്രീഷൻ വഴി ഇൻഫെക്ഷനും, എന്നാൽ ഇൻഫെക്ഷൻ വന്ന ഒരു കുട്ടിക്ക് എന്തും വരും? മാൽന്യൂട്രീഷനും വരും. അതായത് ആഹാരം കഴിക്കാതെ അസുഖങ്ങൾ വന്ന് എന്തും വരും? പോഷകാഹാരക്കുറവും വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. മെയിൻ ആയിട്ട് നമ്മുടെ പോവേർട്ടി, അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. പിന്നെ ലാക്ടേഷൻ ഫെയിലുവർ, അമ്മ മുലയൂട്ടുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റി കാണും, അല്ലെങ്കിൽ അമ്മയുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം കാണും, അല്ലെങ്കിൽ ആ ഫാമിലി സൈസ് വലുതായത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ ലാക്ടേഷൻ, ഈ 6 മാസം എത്തുന്നതിന് മുന്നേ തന്നെ ലാക്ടേഷൻ ഒക്കെ നിർത്തുന്ന ആൾക്കാരുണ്ട്. ആ കുട്ടികൾക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം. ഓക്കെ, അപ്പോ ഈ അണ്ടർ ന്യൂട്രീഷനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാന്നാണ് പറയുന്നത്. മെഷറിംഗ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ വേ ഓഫ് അസസിങ് മാൽന്യൂട്രീഷൻ. ഒരു കുട്ടിക്ക് പോഷകാഹാര കുറവുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതിനുള്ള മോസ്റ്റ് കോമൺ വേ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അത്തരത്തില് ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്ത് ഹ്യൂമൻ ബോഡിയുടെ ഡയമെൻഷൻ എടുക്കുന്ന ആ ഒരു മെത്തേഡിനാണ് നമ്മൾ ആന്ത്രപ്പോമെട്രി എന്ന് പറയുന്നത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ 3 കോമൺ ആയിട്ടുള്ള ആന്ത്രപ്പോമെട്രിക് ഇൻഡിസസ് അല്ല, ഇൻഡിസസ് ആണ്, അവിടെ ഐ ആണ്. ഓക്കെ, ഇൻഡിസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? വെയിറ്റ് ഫോർ ഏജ്, ഹൈറ്റ് ഫോർ ഏജ്, വെയിറ്റ് ഫോർ ഹൈറ്റ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ വെയിറ്റ് ഫോർ ഏജ്, അതിനെയാണ് നമ്മൾ അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രായത്തിനനുസരിച്ച് കുട്ടിക്ക് എന്തില്ല? വെയിറ്റ്, ഭാരമില്ല. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡില്ലേ, അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്കും എത്ര വെയിറ്റ് വേണം. അപ്പൊ ആ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ആർക്ക് കാണത്തില്ല? ആ കുട്ടിക്ക് കാണത്തില്ല.
ഇത് എന്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് പഠിച്ചു വെക്കണം. ടു അസസ് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാൽന്യൂട്രീഷൻ ഓവർ ടൈം. അതായത് ഒരുപാട് നാള് മാൽന്യൂട്രീഷൻ കിട്ടാണ്ടിരുന്ന ഒരു കുട്ടിക്ക് അത് എത്രത്തോളമാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി എന്ന് അസസ് ചെയ്യാനായിട്ട് ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ്? അണ്ടർ വെയിറ്റ് ആയിരിക്കും. ഇനി ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഒരു പോപ്പുലേഷന്റെ ടോട്ടൽ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്ന് നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബേസിക് ഇൻഡിക്കേറ്റർ കൂടിയിട്ടാണ് ഇത് അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് ഇല്ല, അതായത് വളർച്ച മുരടിക്കുക എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് ഒരു കുട്ടിക്ക് ഇത്ര ഏജിൽ ഇത്ര ഹൈറ്റ് വേണമെന്നുണ്ട്, ഓക്കെ, പക്ഷെ ആ ഇപ്പൊ ആ സെയിം ഏജിലുള്ള കുട്ടികളെ പോലെ ഒരു ഹൈറ്റ് ചിലപ്പോ ഈ കുട്ടിക്ക് കാണത്തില്ല. അതിനെയാണ് സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ലീനിയർ ഗ്രോത്ത് റിട്ടാർഡേഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ പാസ്റ്റ് ഗ്രോത്ത് ഫെയിലുവർ, പാസ്റ്റിൽ എന്തെങ്കിലും വളർച്ച മുരടിക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നോക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. ഇനി വേസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു റീസെന്റ് മാൽന്യൂട്രീഷൻ, അതായത് അക്യൂട്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള മാൽന്യൂട്രീഷൻ ആണ് എന്ത് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് കാരണം നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, കുഞ്ഞിനെ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി, അപ്പോഴാണ് നമ്മൾ വേസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ശോഷിച്ചു പോവുക, വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, അതാണ് നമ്മൾ വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഉണ്ട്, അതായത് വെരി ലോ വെയിറ്റ് ഫോർ ഹൈറ്റ്, അതായത് ഹൈറ്റിനനുസരിച്ച് ഒട്ടും ആ കുട്ടിക്ക് എന്തില്ല, വെയിറ്റ് ഇല്ല. ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റ് വേണമെന്നുണ്ടല്ലോ, ആ വെയിറ്റിനെ കാട്ടിയും കുറവാണ് ആ കുട്ടിയുടെ വെയിറ്റ്. അതാണ് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ. ഇത്തരത്തിലുള്ള കുട്ടികളുടെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 115 മില്ലിമീറ്റർ, അതായത് 11.5 സെന്റിമീറ്ററിൽ താഴെ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു 12.5 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ തന്നെ അതെന്താ? സിവിയർ മാൽന്യൂട്രീഷൻ. അപ്പൊ ഇതുണ്ടാവുന്നത് മെയിൻ ആയിട്ട് ഡയേറിയ, ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തായിരിക്കും. ഓക്കെ, ഇനി ഈ അണ്ടർ ന്യൂട്രീഷന് തന്നെ വരുന്നതാണ് നമ്മുടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, പഠിച്ചു വെക്കും. ഓക്കെ, അപ്പോ മൂന്നാമത്തെ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് സിറോഫ്താൽമിയ. ഓക്കെ, സിറോഫ്താൽമിയ. ഒഫ്താൽമിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ സിറോഫ്താൽമിയക്ക് പറയുന്ന സീറോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? സീറോ, വെള്ളം ഇല്ലാത്ത അവസ്ഥ, അതാണ് സീറോ. ഓക്കെ, അപ്പോ ഇതിന്റെ വേറൊരു പേരാണ് ഡ്രൈ ഐസ്. ഓക്കെ, സിറോഫ്താൽമിയയുടെ വേറൊരു പേരാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദ ഓക്കുലർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇൻ മാൻ. അതായത് മനുഷ്യരില് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന കണ്ണിന് പറ്റുന്ന എല്ലാ മാനിഫെസ്റ്റേഷൻസ്, അവസ്ഥകളെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പ്രധാനമായും അഫക്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീനിങ്ങുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഈ കുട്ടികൾക്ക് നമ്മള് കുറുക്ക് പോലുള്ള സാധനങ്ങൾ കൊടുക്കത്തില്ലേ 6 മാസം കഴിഞ്ഞിട്ട്, അപ്പൊ അത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും അപാകതകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, വൈറ്റമിനെ കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് പറ്റും? ഈ സിറോഫ്താൽമിയ അവർക്ക് വരാം. അതുപോലെ തന്നെ ഡയറിയ, മീസിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞു മീസിൽസ് ഒക്കെ വന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും എന്ത് വരും? വൈറ്റമിൻ എയുടെ കുറവ് വരും. അപ്പൊ മീസിൽസ് വന്ന കുട്ടികൾക്ക് നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എന്ത് കൊടുക്കണം? വൈറ്റമിൻ എ കൊടുക്കണം. അതുപോലെ തന്നെ ഡയറിയ വന്നിട്ടുള്ള കുട്ടികൾക്കും വൈറ്റമിൻ എയുടെ കുറവ് വരും. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? സിറോഫ്താൽമിയ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രധാനമായിട്ടും എന്താ? പൂവറസ്റ്റ്, പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇനി സിറോഫ്താൽമിയ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് ടേം, 2 മിഡ് ടേം ആൻഡ് 3 ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത്, അതായത് ഓറലി ലാർജ് ഡോസസ് ഓഫ് വൈറ്റമിൻ എന്ത് ചെയ്യും? കൊടുക്കും. അത് ആർക്കായിരിക്കും? വന്ന കുട്ടികൾക്ക്, സിറോഫ്താൽമിയ വന്ന കുട്ടികൾക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓറലി ലാർജ് ഡോസസ് ഓഫ് വൈറ്റമിൻ എ കൊടുക്കുക. ഇനി മീഡിയം ടേം അല്ലെങ്കിൽ മിഡ് ടേമിൽ നമ്മൾ ചെയ്യുന്ന എന്താ? വൈറ്റമിൻ എ ഫോർട്ടിഫിക്കേഷൻ ടു ദ ഫുഡ്. നമ്മൾ ഫുഡിൽ വൈറ്റമിൻ എ ആഡ് ചെയ്ത് കൊടുക്കും.
മെയിൻ ആയിട്ട് അങ്ങനെ ആഡ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഡാൽഡ. പിന്നെ ഷുഗർ, സോൾട്ട്, ടീയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഡാൽഡയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി ലോങ് ടേമിൽ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മള് ഡയറ്റ് അത് കൺട്രോൾ ചെയ്യുക. എങ്ങനെയാ? നല്ല ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻ റിച്ച് ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഇമ്പോർട്ടന്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സേഫ് ആൻഡ് അഡക്വേറ്റ് വാട്ടർ സപ്ലൈ, നല്ല സുരക്ഷിതമായ വെള്ളം കുടിക്കുക. സാനിറ്ററി ലാട്രിൻസ് ഒക്കെ എന്ത് ചെയ്യുക, മെയിൻ്റനൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് സിറോഫ്താൽമിയ അല്ലെങ്കിൽ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. നാലാമത്തെ മേജർ പ്രോബ്ലം ആണ് ന്യൂട്രീഷണൽ അനീമിയ. അപ്പൊ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഓഫ് ബ്ലഡ് ഈസ് ലോവർ ദാൻ നോർമൽ ആസ് എ റിസൾട്ട് ഓഫ് എ ഡെഫിഷ്യൻസി ഓഫ് one or more essential nutrients regardless of the cause of such deficiency. അതായത് നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് നോർമലിൽ നിന്നും കുറയുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിന്റെയൊക്കെ കുറവ് വഴിയിട്ടാണ് ഈ അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്നത്? ഏതൊക്കെ ന്യൂട്രിയൻസിന്റെ കുറവ് മൂലമാണ്? ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ ആൻഡ് ഫോളേറ്റ്. ഓക്കെ, ഇതിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് മെയിൻ ആയിട്ട് ന്യൂട്രീഷണൽ അനീമിയ സംഭവിക്കുന്നത്. ഇതിൽ ഈ ഫോളേറ്റിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ അനീമിയ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ എന്താ? തടസ്സപ്പെടുത്തുക. ഓക്കെ, അതിന് ഫസ്റ്റ് ഇന്റർവെൻഷൻ ആണ് അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. നമ്മൾ എല്ലാവരും കേട്ട് കാണുന്നു അല്ലേ? നമുക്ക് സ്കൂളിലൊക്കെ കിട്ടിയിട്ടുള്ളതാ. ഓക്കെ, അപ്പോ നമ്മൾ അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെ, അതിന്റെ കളറ്, അതിന്റെ ഫ്രീക്വൻസി. ഈ ഒരു ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ഈ പബ്ലിക് എക്സാമിനായാലും PSC എക്സാമിനായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണിത്. ഓക്കെ, അപ്പൊ ഓരോ ഏജിലും അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ കളർ എങ്ങനെയാണ്, അത് എങ്ങനെ കഴിക്കണം. ഇപ്പൊ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ആണെങ്കിൽ ഡെയിലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുക്കണം. എന്നാൽ 49 ഏജിലുള്ള മെയിൻ ആയിട്ട് സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നും പറഞ്ഞ് പുരുഷന്മാർക്ക് അനീമിയ വരില്ല എന്നല്ല, നമ്മൾ സ്ത്രീകൾക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. കാരണം എന്താ? അവർക്ക് ആ മെനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്ന് ഹീമോഗ്ലോബിൻ ലോസ് കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ വീക്ക്ലി ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ കളർ ഏതാ? ബ്ലൂ കളറാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അല്ലാതെ നമ്മൾ നോർമലി കഴിക്കുന്ന അഡൽട്സ് കഴിക്കുന്നത് എപ്പോഴും റെഡ് കളറിലാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നത് പിങ്ക് കളറിലുള്ള അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അനീമിയെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നതാണ് ഡീവേർമിംഗ് എന്താ? വിര ഇളക്കുക. ഓക്കെ, അതിന് നമ്മൾ ആൽബൻഡസോൾ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്. 400 മില്ലിഗ്രാമിന്റെ ഒരു ടാബ്ലറ്റ്. അത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു അര ടാബ്ലറ്റ് കഴിച്ചാൽ മതിയാകും. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ടാബ്ലറ്റ് കഴിക്കാം. പ്രഗ്നൻസിയിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ടേ കഴിക്കാൻ പാടുള്ളൂ ഒരു ടാബ്ലറ്റ്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വർഷത്തിൽ 2 ദിവസമാണ് നാഷണൽ ഡീവേർമിംഗ് ഡേയ്സ് ആയിട്ട് ആചരിക്കുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. ഫെബ്രുവരി 10ഉം ഓഗസ്റ്റ് 10ഉം ആണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മൾ അനീമിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. എന്താ? ഡബിൾ ഫോർട്ടിഫൈഡ് സോൾട്ട്. ഓക്കെ, നമ്മൾ സോൾട്ടിനകത്ത് അയഡിനേണോ എന്ത് ചെയ്തു? ഫോർട്ടിഫൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തത് NIN, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ, ഹൈദരാബാദിലുള്ള നിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 1 ഗ്രാം ഡബിൾ ഫോർട്ടിഫൈഡ് സോൾട്ടില് 1 മില്ലിഗ്രാം അയണും 40 മൈക്രോഗ്രാം അയഡിനുമാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അനീമിയ. ഇനി 5ാമത്തതാണ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ, IDD. നമുക്ക് അറിയാം അയഡിൻ എന്ന് പറയുന്നത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഇന്ത്യയിൽ ഈ അയഡിൻ ഡെഫിഷ്യൻസി മെയിൻ ആയിട്ട് വരുന്നത് ഹില്ലി ഏരിയാസിലാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗോയിറ്റർ ബെൽറ്റ് ആണ് ഹിമാലയൻ ഗോയിറ്റർ ബെൽറ്റ്. പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാച്ച് ദ ഫോളോവിങ്ങിനും മറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. ഹിമാലയൻ ഗോയിറ്റർ ബെൽറ്റ്. അയഡിന്റെ ഒരു മെയിൻ സോഴ്സ് ആണ് സീ ഫുഡ്, നമ്മുടെ മത്സ്യങ്ങൾ, കടലിൽ നിന്നൊക്കെ കിട്ടുന്ന മത്സ്യങ്ങൾ. അപ്പൊ ഈ ഹില്ലി ഏരിയാസിലുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടാൻ പാടായിരിക്കും?
കടൽ മത്സ്യങ്ങൾ കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഉയർന്ന കുന്നിൻ ചെരുവിലൊക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും ഈ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയില് ഈ ഹിമാലയൻ ഗോയിറ്റർ ബെൽറ്റ് കാശ്മീർ മുതൽ നാഗ ഹിൽസ് വരെ ഏകദേശം 2400 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ അയഡിൻ. ഇനി 6ാമത്തെ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് എൻഡമിക് ഫ്ലൂറോസിസ്. ഓക്കെ, ഇവിടെ ഫ്ലൂറോസിസ് അതായത് ഫ്ലൂറിന്റെ കണ്ടന്റ് ഫുഡിൽ കുറവും കൂടുതലും വരുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോ അത് 2 കണ്ടീഷൻ ഉണ്ടാവാം. ഒന്ന് ഡെന്റൽ ഫ്ലൂറോസിസും, 2 സ്കെലിറ്റൽ ഫ്ലൂറോസിസും. ഡെന്റൽ ഫ്ലൂറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിൻ കണ്ടന്റ് നമ്മുടെ ഫുഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് മോട്ട്ലിംഗ്, നമ്മൾ പല്ല് പുഴുപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം ഉണ്ടാവും. ഓക്കെ, അവിടെ എന്താ ഈ ലെവൽസ് 1.5 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടിക്കഴിഞ്ഞാലാണ് ഡെന്റൽ ഫ്ലൂറോസിസ് ഉണ്ടാകുന്നത്. ഫ്ലൂറിന്റെ അളവ് കുറഞ്ഞാൽ ഡെന്റൽ കാരീസും കഴിഞ്ഞാൽ ഡെന്റൽ ഫ്ലൂറോസിസും ഉണ്ടാകും. ഓക്കെ, ഇനി 2ാമത് ഫ്ലൂറിന്റെ കണ്ടന്റ് മൂലം ഉണ്ടാകുന്നതാണ് സ്കെലിറ്റൽ ഫ്ലൂറോസിസ്. അത് നമ്മൾ ഡെയിലി ഒരു 3 to 6 മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ മോർ ഫ്ലൂറിൻ കണ്ടന്റ് ചെന്നാലേ സ്കെലിറ്റൽ ഫ്ലൂറോസിസ് ഉണ്ടാകത്തുള്ളൂ. ഈ ഫ്ലൂറിൻ എന്ന് പറയുന്നത് സ്കെലിറ്റനിൽ ചെന്ന് ഹെവി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ 10 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അത് ക്രിപ്ലിംഗ് ഫ്ലൂറോസിസ്, ക്രിപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടന്തുണ്ടാക്കുന്ന ഫ്ലൂറോസിസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഫ്ലൂറോസിസിനെ ഇന്റർവ്യൂൻ തടസ്സപ്പെടുത്തുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മെത്തേഡ് ആ വാട്ടർ സോഴ്സ്, ഫ്ലൂറിൻ കണ്ടന്റ് കൂടുതലുള്ള വാട്ടർ സോഴ്സ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് വേറൊരു വാട്ടർ സോഴ്സിലോട്ട് മാറുക. 2ാമത്തെ മെത്തേഡ് ഫ്ലൂറിൻ കണ്ടന്റ് എന്ത് ചെയ്യുക, വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുക. എക്സസ് ആയിട്ടുള്ള ഫ്ലൂറിൻ കണ്ടന്റ് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, ആ ഒരു ടെക്നിക്കാണ് നാൽഗോണ്ട ടെക്നിക്ക് എന്ന് പറയണം. പഠിച്ചു വെക്കണം, ചോദിക്കും പരീക്ഷയ്ക്ക്. നാൽഗോണ്ട ടെക്നിക്ക് എന്തിന്റെ കണ്ടന്റ് മാറ്റാനാണ് യൂസ് ചെയ്യുന്നത്, ഫ്ലൂറിൻ കണ്ടന്റ്. ഇവിടെ ലൈമും ആലവും വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ട് അതിനെ ഫ്ലോക്കുലേറ്റ് ചെയ്ത് സെഡിമെന്റ് ചെയ്ത് ഫിൽട്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ടൂത്ത് പേസ്റ്റിൽ ഉപ്പുള്ളതുപോലെ ഇപ്പൊ എല്ലാ ടൂത്ത് പേസ്റ്റിലും എന്തുണ്ട്, ഫ്ലൂറിൻ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, എല്ലാ ടൂത്ത് പേസ്റ്റിലും ഉപ്പൊന്നും ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പോ ഫ്ലൂറിൻ കണ്ടന്റ് ഇപ്പോൾ ഉള്ള മിക്കവാറും ഉള്ള ടൂത്ത് പേസ്റ്റിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റ് വാങ്ങി യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് ലാദറിസം. ഓക്കെ, ലാദറിസം എന്ന് പറയുന്നത് ഒരു പാരലിസിക് ഡിസീസ് ആണ്. മനുഷ്യനും അനിമലിനും, മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ തളർച്ച ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ലാദറിസം. അപ്പോ മനുഷ്യരിൽ ഉണ്ടാകുന്ന ലാദറിസത്തിന് ന്യൂറോ ലാദറിസം എന്നാണ് പറയുന്നത്. കാരണം ഇത് മനുഷ്യന്റെ നെർവസ് സിസ്റ്റം, നാഡികളെയാണ് അഫക്ട് ചെയ്യുന്നത്. അനിമൽസിൽ ഇത് ബോൺസ്, സ്കെലറ്റൽ സിസ്റ്റത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഓസ്റ്റിയോലാദറിസം എന്ന് പറയും. ഓക്കെ, ഇനി ന്യൂറോ ലാദറിസം എന്ന് പറയുന്നത് ഒരു ക്രിപ്ലിംഗ് ഡിസീസ്, അതായത് മനുഷ്യർക്കുണ്ടാകുന്ന ലാദറിസം എന്ന് പറയുന്നത് മുടന്തുണ്ടാക്കുന്ന ഒരു ഡിസീസാണ്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാ ഈ ലാദറിസം എവിടെ നിന്ന് വന്നു? ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഒരു പൾസിലാണ് നമ്മൾ അവസാനം ചെന്നെത്തുന്നത്. ആ പൾസിന്റെ പേരാണ് ലാദറസ് സറ്റൈവസ്. അതായത് ലാദറസ് സറ്റൈവസ് എന്ന് പറയുന്ന പയറുവർഗത്തിൽപ്പെട്ട ഒരു ഇത് കഴിക്കുന്നത് വഴിയിട്ടാണ് എന്തുണ്ടാകുന്നത്, ലാദറിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ ലാദറസ് സറ്റൈവസിന്റെ വേറൊരു പേരാണ് കേസരി ദാൾ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേസരി ദാൾ. പിന്നെ അല്ലാണ്ട് ഇതിനെ ലക്ടാൾ, ബാട്ര, മാട്ര, ഖാറസ് എന്നുള്ള പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഈ പൾസ് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്, ഒരു ഗ്രേ കളറാണ് ഇതിനുള്ളത്. ഈ പൾസിൽ ഈ ലാദറിസം ഉണ്ടാക്കുന്ന ഒരു ടോക്സിൻ ഉണ്ട്. ആ ടോക്സിന്റെ പേരാണ് BOAA, ബീറ്റ ഓക്സലൈഡ് അമിനോ അലാനിൻ. പഠിച്ചു വെക്കണം, എക്സ്പാൻഷന് ചോദിക്കും. ഓക്കെ, ലാദറസ് സറ്റൈവസിലെ ടോക്സിന്റെ പേരെന്ത്? എക്സ്പാൻഷന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് BOAA. ഓക്കെ, ഇനി ഈ ഡിസീസ് എങ്ങനെയാണ് വരുന്നത്?
ഇതൊരു 5 സ്റ്റേജസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ലേറ്റന്റ് സ്റ്റേജ്. അവിടെ ഈ ഒരാൾ എന്തായിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണത്തില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആണ് നോസ്റ്റിക് സ്റ്റേജ്. അതായത് ഇയാള്, നമ്മൾ പറഞ്ഞു ഇതൊരു എന്താ മുടന്തുണ്ടാക്കുന്ന അസുഖമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇയാൾ ഷോർട്ട് ജെർക്കി മൂവ്മെന്റ്സ്, അതായത് ചെറിയ ചെറിയ ഒരു ജെർക്കി ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമ്പോൾ ഒരു അസ്വാഭാവികത തോന്നും. ഓക്കെ, പക്ഷെ അപ്പോഴും സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടുന്ന കാര്യമില്ല. മൂന്നാമത്തെ സ്റ്റേജ് ആണ് വൺ സ്റ്റിക്ക് സ്റ്റേജ്. ഈ സമയത്ത് ഇയാൾ ഒരു ക്രോസ്ഡ് ഗൈറ്റ്, അതായത് ഇയാളുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഇയാൾ ക്രോസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും അയാളുടെ രൂപം. ഓക്കെ, ഒരു ടോയില് ഒരു ടോയിലൊക്കെ നടക്കുന്ന പോലെ തോന്നും. ഈ സമയത്ത് അയാൾക്ക് എന്ത് വേണം, ഒരു സ്റ്റിക്കിന്റെ ആവശ്യം, ഒരു വടി പിടിച്ചേ നടക്കാൻ പറ്റുള്ളൂ. അടുത്തതാണ് ടു സ്റ്റിക്ക് സ്റ്റേജ്. ടു സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അയാൾക്ക് രണ്ട് വടി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് എന്ത്, നമ്മുടെ ക്രച്ചസ്. ഓക്കെ, അപ്പൊ ക്രച്ചസ് യൂസ് ചെയ്യുന്നതാണ് ടു സ്റ്റിക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്നാണ് എന്ത്, നമ്മുടെ ക്രോളർ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് അയാളുടെ ആ ഒരു ഇറക്റ്റ് പോസ്റ്റർ, ആ നിവർന്നു നിൽക്കാനുള്ള അയാളുടെ കഴിവ് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അയാൾ എഴഞ്ഞെഴഞ്ഞായിരിക്കും പിന്നീട് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ടും കാരണം അയാളുടെ തുടയിലും ലെഗിലുമുള്ള മസിൽസിന് സംഭവിക്കുന്ന അട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീജനറേഷൻ ഓഫ് മസിൽസ്, അതിനെയാണ് അട്രോപ്പി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, മസിൽസ് അവിടെ നശിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യത്തില്ല, കാലിന് ബലം കിട്ടത്തില്ല. അപ്പൊ അതാണ് ക്രോളർ സ്റ്റേജ്. ഈ 5 സ്റ്റേജ് ആണ് ഈ ലാദ്രസം എന്ന് പറയുന്ന ഡിസീസിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇത് ഇന്റർവെൻഷൻസ്. ലാദറിസത്തെ തടസ്സപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമത്തെ മെത്തേഡാണ് റിമൂവൽ ഓഫ് ടോക്സിൻ. ഈ ടോക്സിൻ നമ്മൾ ആ ഒരു പൾസിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ പാവപ്പെട്ടവരാണ് ഈ പൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോ ആ ടോക്സിൻ റിമൂവ് ചെയ്ത് അവർക്ക് അത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ആ ടോക്സിൻ റിമൂവ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റീപ്പിംഗ് മെത്തേഡ്. സ്റ്റീപ്പിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ തിളപ്പിച്ച വെള്ളം എടുക്കുക, അതിലോട്ട് ഈ പൾസ് ഇടുക. ഓക്കെ, 2 മണിക്കൂർ ആ പൾസ് അതിൽ ഇട്ട് വെക്കുക തിളപ്പിച്ച വെള്ളത്തിൽ. എന്നിട്ട് ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം എന്ത് ചെയ്യുക, ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം വെച്ച് കഴുകിയെടുത്ത് ഡ്രൈ ചെയ്തെടുക്കുക. അതാണ് സ്റ്റീപ്പിംഗ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് പാർബോയിലിംഗ്. പാർബോയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം ഈ പൾസിനെ ലൈം വാട്ടറിൽ ഇട്ട് വെക്കും. എന്നിട്ട് രാവിലെ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യും, ബോയിൽ ചെയ്യും, തിളപ്പിക്കും. അങ്ങനെ നമുക്ക് ടോക്സിൻ റിമൂവ് ചെയ്യാം. പിന്നെന്ത് ചെയ്യാം, ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. അതായത് ഈ പൾസ് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് മാക്സിമം കഴിക്കാണ്ടിരിക്കുക എന്ന ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. പിന്നെ ജനറ്റിക് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഈ നമ്മുടെ പൾസിന് പലതരത്തിലുള്ള വെറൈറ്റി, ഈ ലാദ്രസ് സറ്റൈവസിനായാലും പല വെറൈറ്റീസ് കാണും. അതിൽ ടോക്സിൻ പ്രൊഡക്ഷൻ ഒക്കെ കുറവുള്ള വെറൈറ്റീസ് കാണും. അപ്പൊ അതിനെ ജനറ്റിക്കലി നമ്മൾ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുക. അതാണ് ജനറ്റിക് അപ്രോച്ച്. പിന്നെ സോഷ്യോ എക്കണോമിക് ചേഞ്ചസ്, നമ്മുടെ സോഷ്യൽ പരമായിട്ടും നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ അതിൽ കൊണ്ടുവരണം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വൈറ്റമിൻ സി പ്രൊഫൈലൈസിസ്. അതായത് ഈ ലാദറിസം എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവുന്ന ആൾക്കാരിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഈ പൾസ് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ സി കൂടെ അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറയണം. ഓക്കെ, ഇനി മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ക്രോപ്പിനെ തന്നെ എന്ത് ചെയ്യുക, ബാൻ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, ഈ ക്രോപ്പ് കൃഷി ചെയ്യുന്നത് നിർത്തലാക്കുക. അത് ലോസ് ഒക്കെ വഴിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോ ഫസ്റ്റ് പേപ്പറിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 1 മാർക്ക്, 2 മാർക്ക്, 5 മാർക്ക്, 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് ചോദിക്കും. ജയിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് പോയാൽ മതി, ഷുവർ ആയിട്ട് നിങ്ങൾ ജയിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.